കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് 3.5 കിലോ സ്വർണം കവർന്നവരിൽ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് കഴിയുന്നതിനിടെ പരോളിലിറങ്ങിയ വിപിനു കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിച്ചും മുഖത്തടിച്ചു വീഴ്ത്തിയും പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ 9 പേർ കൂടി അറസ്റ്റിലായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്ത തടവു ശിക്ഷ അനുഭവിക്കുന്ന കണ്ണൂർ കൂത്തുപറമ്പ് പാറക്കെട്ട് വീട്ടിൽ വിപിൻ എന്ന 36-കാരനാണ് ഇതിലൊരാൾ. ഇയാൾ കഴിഞ്ഞ ദിവസമാണ് കൊലക്കേസിൽ 15 ദിവസത്തേക്ക് പരോളിനിറങ്ങിയത്. തൊട്ടു പിന്നാലെയാണ് ഈ കേസിലും പെട്ടത്. ഇയാൾക്ക് പുറമെ കോഴിക്കോട് താമരശ്ശേരി അടിവാരം ആലമ്പടി ഷിഹാബുദ്ദീനും പുത്തൻവീട്ടിൽ അനസ്, കണ്ണൂർ പിണറായി എരുവെട്ടിയിലെ കിഴക്കേപ്പറമ്പത്ത് അനന്തു, തൃശൂർ വെള്ളാനിക്കര കൊട്ടിയാട്ടിൽ സലീഷ്, കിഴക്കുംപാട്ടുകര പട്ടത്ത് മിഥുൻ എന്ന അപ്പു, പാട്ടുറക്കൽ കുറിയടത്ത് മനയിൽ അർജുൻ, പീച്ചി ആലപ്പാറ പയ്യങ്കോട്ടൽ സതീഷ്, കണ്ണര കുഞ്ഞിക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കൂത്തുപറമ്പ് പത്തായംകുന്ന് പാട്ടിയം സ്വദേശികളായ ശ്രീരാജ് വീട്ടിൽ നിജിൽ രാജ്, ആശാരിക്കണ്ടിയിൽ പ്രബിൻലാൽ, തൃശൂർ വരന്തരപ്പള്ളി കളിയങ്ങര സജിത് കുമാർ, എളവള്ളി സ്വദേശി കോരാം വീട്ടിൽ നിഖിൽ എന്നിവരെ കവർച്ച നടന്ന ദിവസം രാത്രി വൈകി തൃശൂർ പോലീസ് പിടികൂടിയിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.